ഇരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ 71 ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ അവസാന ഭാഗത്ത് ഭഗവാൻ ഭഗവത്ഗീത വായിക്കുന്നതിന്റെയും ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നതിന്റെയും പ്രാധാന്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവത്ഗീത വായിച്ചു പഠിക്കുന്നത് ഭഗവാനുള്ള ഒരു സേവനമായിട്ട്, ജ്ഞാനയജ്ഞമായിട്ട് ഭഗവാൻ കണക്കാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവത്ഗീത ചർച്ച ചെയ്യുന്നതിലൂടെ, ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നതിലൂടെ ഭഗവാന്റെ ശുദ്ധഭക്തി ലഭിക്കും. ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്നത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ആ ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്ന ഭക്തന്മാരെക്കാൾ കൂടുതൽ ഭഗവാൻ ഈ ഭൂമിയിൽ ആരെയും ഇഷ്ടമില്ല, അത്രത്തോളം ഇഷ്ടമില്ല എന്ന് ഭഗവാൻ പറയും. അപ്പോൾ ഭഗവത്ഗീത പ്രചരിപ്പിക്കുന്ന ഭക്തന്മാരാണ് ഭഗവാന് ഏറ്റവും പ്രിയങ്കരായിട്ടുള്ളത് എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഭക്തിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും ഭഗവത്ഗീത ശ്രവിക്കുന്നത് ലോകങ്ങളിലേക്ക് പോകാനും സാധിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധാവാൻ അനസൂയശ്ച ശൃണുയാദവി യോ നര ശോഭി മുക്ത ശുഭാൻ ലോകാൻ പ്രാപ്നുയാ പുണ്യകർമ്മണാം. 71 ശ്ലോകത്തിൽ അത് ഭക്തിയിലേക്ക് വരാത്തവരെ കുറിച്ചാണ്. ഭക്തിയെ കുറിച്ചൊന്നും അറിയില്ല, ഭക്തിയൊന്നും ചെയ്യുന്നില്ല, എന്നാൽ പോലും ഭഗവത്ഗീത വെറുതെ കേട്ടാൽ മതി. ഭഗവത്ഗീത വെറുതെ അർത്ഥമൊന്നും അറിയാതെ ഭക്തന്മാർ ഭഗവത്ഗീത സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത് കേട്ടാൽ തന്നെ അവർക്ക് എല്ലാവിധ പാപങ്ങളും ഇല്ലാതാകാം. നമ്മള് ഗീതാമാഹാത്മ്യത്തിന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. പത്മപുരാണത്തിൽ ഓരോ അധ്യായത്തിനും ഓരോ ചരിത്രം, ഓരോ മാഹാത്മ്യം പറയും. കൃഷ്ണ കേൾക്കാമോ? നെറ്റ് കുറവ്. കേൾക്കുന്നുണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. കുറച്ച് ഇന്ററപ്ഷൻ ഉണ്ട് പ്രഭുജി. ഹരേ കൃഷ്ണ. കുറച്ച് അഹങ്കാരിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ. പക്ഷെ മറ്റുള്ളവരെ കളിയാക്കും. നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അങ്ങനെ കളിയാക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് അടുത്ത ജന്മത്തിൽ ഒരു തത്തയായിട്ട് ജനിക്കേണ്ടി വരും. പക്ഷെ അദ്ദേഹം ജനിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ആശ്രമത്തിന്റെ സമീപത്തായിരുന്നു. ആശ്രമത്തിന്റെ സമീപത്തായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെയുള്ള കുട്ടികൾ, ആശ്രമവാസികൾ, ബ്രഹ്മചാരികൾ ദിവസവും ഭഗവത്ഗീത ശ്ലോകങ്ങൾ ഉരുവിടുന്നത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. അവരെല്ലാ ദിവസവും 1-ാമത്തെ അധ്യായം അതിലെ ശ്ലോകങ്ങൾ ഉരുവിട്ട് പഠിക്കും, സ്വാധ്യായം ചെയ്യുമായിരുന്നു. അതൊരു തപസ്സാണ് എന്ന് ഭഗവാൻ പറയുന്നു, സ്വാധ്യായം. അപ്പോൾ അവരെല്ലാ ദിവസവും ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയം എന്ന് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ അധ്യായം അങ്ങനെ ഉരുവിട്ട് പഠിക്കും. അപ്പോൾ ഈ തത്തയ്ക്ക് അങ്ങനെ അത് കേട്ട് പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് വലിയൊരു കഥയാണ്. അതില് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആ തത്ത അങ്ങനെ ആ ഭഗവത്ഗീത ശ്ലോകം 1-ാമത്തെ അധ്യായം പഠിച്ചു. അതങ്ങനെ നിരന്തരം, തത്തയ്ക്കൊരു പ്രത്യേകതയുണ്ട്, എന്തെങ്കിലും പഠിച്ചു അതിന് കേട്ട് പഠിക്കാൻ സാധിക്കും. ആളുകൾ പറയുന്നത് വീണ്ടും അതിന് റിപ്പീറ്റ് ചെയ്യാൻ, ആവർത്തിക്കാൻ സാധിക്കും. അങ്ങനെ കഴിവുള്ള പക്ഷിയാണ് തത്ത. അപ്പോൾ അത് അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ആ തത്തയെ ഒരു കള്ളൻ പിടിച്ചു, മോഷ്ടിച്ച് ഒരു വേശ്യയ്ക്ക് കൊടുക്കും. ഒരു വേശ്യയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കും. അപ്പോൾ ആ വേശ്യ ദിവസം ഇത് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ നിരന്തരം കേട്ട് ആ വേശ്യ പരിശുദ്ധയായിട്ടുള്ളൊരു സ്ത്രീയായിട്ട് മാറി. അവരെല്ലാവിധ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിർത്തി അവര് ഭഗവാന്റെ ഭക്തയായിട്ട് മാറി. ആ വേശ്യ പ്രാർത്ഥിച്ചത് കൊണ്ട് കാളയുടെ ജന്മം കിട്ടിയിട്ടുള്ള മറ്റൊരു ബ്രാഹ്മണൻ, പൂർവ്വജന്മത്തിൽ ബ്രാഹ്മണനായിരുന്ന വ്യക്തി ദുഷ്ടനായിട്ടുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു. അതുകൊണ്ട് വേറൊരു ബ്രാഹ്മണൻ
കാളയുടെ ശരീരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. വിഷ്ണു ശർമ്മൻ അല്ലെ, വിഷ്ണു ശർമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള സുശർമ്മൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണൻ. അദ്ദേഹം ഒരുപാട് തെറ്റുകൾ ചെയ്തതുകൊണ്ട് കാളയുടെ ശരീരത്തിൽ വന്നു. ആ കാള മരിക്കുന്ന സമയത്ത് ഈ സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. ഈ തത്തയുടെ ശ്ലോകം ചൊല്ലൽ കേട്ടിട്ടുള്ള ആ സ്ത്രീ. അപ്പൊ എല്ലാവരോടും അവിടെ കൊടിയേറും എന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഈ കാളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഗോഹത്യ അന്നത്തെ കാലത്തൊക്കെ അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഗോഹത്യ നടന്നു കഴിഞ്ഞാൽ നാടിന് മുഴുവൻ ആപത്താണ്. അതുകൊണ്ട് എല്ലാവരും ആ കാളയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ പുണ്യം ആ കാളയ്ക്ക് നൽകണം എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും പ്രാർത്ഥിച്ച സമയത്ത് ആ സ്ത്രീയും പ്രാർത്ഥിച്ചു, എനിക്ക് എന്തെങ്കിലും പുണ്യമുണ്ടെങ്കിൽ, എനിക്ക് എന്ത് പുണ്യമാണുള്ളത്? എനിക്കൊരു പുണ്യവുമില്ല, ഞാൻ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്തെങ്കിലും പുണ്യം എനിക്കുണ്ടെങ്കിൽ അത് ആ കാളയ്ക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇദ്ദേഹം ആ കാളയുടെ ശരീരത്തിൽ നിന്ന് മരിച്ച് യമലോകത്ത് പോയ സമയത്ത് യമരാജൻ പറഞ്ഞു, നിങ്ങളുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരൊറ്റ ജന്മം മാത്രമേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഭഗവാന്റെ ഭക്തനായിട്ട് ജനിക്കാം, ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിക്കാം. ആ ജന്മത്തിൽ നിന്ന് തന്നെ നിങ്ങൾ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് എന്റെ എല്ലാവിധ പാപങ്ങളും തീർന്നത്? നേരത്തെ ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് എന്നായിരുന്നല്ലോ പറഞ്ഞത് അല്ലെ, ഒരുപാട് ജന്മങ്ങൾ നിങ്ങൾ എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഈ കാളയുടെ ജന്മം കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ എല്ലാ പാപങ്ങളും കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് യമരാജനോട് ഇദ്ദേഹം ചോദിച്ചു. സുശർമ്മൻ ചോദിച്ചു, കാളയുടെ ശരീരത്തിൽ നിന്ന് വന്നിട്ടുള്ള ആത്മാവാണ്. അപ്പോൾ യമരാജ പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ത്രീ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വേശ്യാസ്ത്രീ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പുണ്യം കൊണ്ട് നിങ്ങളുടെ എല്ലാവിധ പാപങ്ങളും തീർന്നു. അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് അവരെ കാണാൻ സാധിക്കും. നിങ്ങൾ ഇപ്പോൾ തന്നെ അടുത്ത ജന്മം എടുക്കും, ആ ജന്മത്തിൽ നിങ്ങൾക്ക് അവരെ സന്ധിക്കാൻ സാധിക്കും. അവരോട് ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും പുണ്യം എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞ് അടുത്ത ജന്മത്തിൽ അദ്ദേഹം ഒരു ഭക്തനായിട്ട് ജനിച്ചു. ചെറുപ്പത്തിലെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു, ഭഗവാനെ കുറിച്ച് പഠിച്ചു, ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിക്കുന്ന ഭക്തനായിട്ട് മാറി. ആ സമയത്ത് അദ്ദേഹം പൂർവ്വജന്മ സ്മൃതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം ആ വേശ്യാസ്ത്രീയെ കാണാൻ പോയി. അവരും ഭഗവാന്റെ ഭക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അവര് മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പുണ്യമാണ് ചെയ്തത്? നിങ്ങളുടെ ഒരു പ്രാർത്ഥന കൊണ്ടല്ല എന്റെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പൂർവ്വജന്മ സ്മൃതിയുണ്ട്, യമരാജൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാണ് എന്റെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതായത് എന്ന് പറഞ്ഞ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, എനിക്കറിയില്ല എന്ത് പുണ്യമാണ് ഞാൻ ചെയ്തതെന്ന്. എന്തായാലും എന്റെ കൂട്ടിലിരിക്കുന്ന ആ തത്തയ്ക്ക് അറിയാം കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാം. കാരണം ആ തത്ത എന്തോ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട്, ദിവസം എന്തോ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട്. അത് കേട്ടാണ് എന്റെ മനസ്സിൽ പരിവർത്തനം ഉണ്ടായത്. എന്താണ് അതിന്റെ അർത്ഥം എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയുകയില്ല. ആ തത്തയ്ക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തത്തയോട് പോയി ചോദിച്ചു, നിങ്ങൾ ചൊല്ലുന്ന മന്ത്രം കേട്ടിട്ടാണ് ഈ സ്ത്രീയുടെ സ്വഭാവമൊക്കെ ശുദ്ധമായത്. അങ്ങനെയുള്ള ആ സ്ത്രീ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എന്റെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതായത്. അപ്പോൾ നിങ്ങൾ എന്ത് മന്ത്രമാണ് ചൊല്ലുന്നത് എന്ന് തത്തയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പൂർവ്വജന്മ കഥയൊക്കെ പറഞ്ഞു. ഞാൻ ബ്രാഹ്മണനായിരുന്നു, അഹങ്കാരിയായിരുന്നു, മറ്റുള്ളവരെ ദ്വേഷിക്കുമായിരുന്നു, മറ്റുള്ളവരെ അനാവശ്യമായിട്ട് കളിയാക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് തത്തയായിട്ട് ജനിക്കേണ്ടി വന്നു. പക്ഷെ പുണ്യപ്രവൃത്തികളൊക്കെ ചെയ്തതുകൊണ്ട്, ഭഗവാന്റെ ഭക്തി ചെയ്തതുകൊണ്ട് എനിക്ക് പൂർവ്വജന്മ സ്മൃതി ഉണ്ടായി. മാത്രമല്ല ഒരു ആശ്രമത്തിന്റെ അരികിൽ ജനിക്കാനുള്ള അവസരമുണ്ടായി. അവിടെ നിന്നും ദിവസവും എനിക്ക് ഭഗവത്ഗീത ശ്ലോകം കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. 1-ാമത്തെ അധ്യായം മാത്രം. 1-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഉപദേശിക്കുന്നൊന്നുമില്ല. പക്ഷെ എന്നാൽ പോലും 1-ാമത്തെ അധ്യായത്തിന് പോലും ഭഗവാന്റെ ഉപദേശങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത് ഭഗവത്ഗീതയുടെ ഭാഗമായതുകൊണ്ട്, ഭഗവാനുമായി ബന്ധപ്പെട്ടത് കൊണ്ട് ആ എല്ലാ അധ്യായത്തിനും മഹാത്മ്യമാണ്. എല്ലാ അധ്യായത്തിനും ഓരോരോ മഹാത്മ്യമാണ്. ആ 1-ാം അധ്യായം മാത്രം അർത്ഥമറിയാതെ ചൊല്ലിയത് കൊണ്ട് ആ തത്തയ്ക്കും അത് അവസാനത്തെ ജന്മമായിട്ട് മാറി. അത് കേട്ട വേശ്യാസ്ത്രീയുടെ പാപം എല്ലാം മാറി. ആ വേശ്യാസ്ത്രീ പ്രാർത്ഥിച്ചത് കൊണ്ട് ഈ സുശർമ്മന്റെ എല്ലാവിധ പാപവും മാറി.
ഇത് വിശ്വാസപൂർവം ശ്രവിച്ച് പഠിക്കുന്നവർക്ക് ഭഗവത്ഗീത വിശ്വാസപൂർവം ആരാണോ പഠിക്കുന്നത്, ഭഗവാന്റെ വാക്കുകളാണ്. ഇതാരോ എഴുതി വെച്ചിട്ടുള്ളതല്ല. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാത് വിനിശ്രിത. നേരിട്ട് ഭഗവാൻ നമ്മൾക്ക് വന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് യഥാർത്ഥ ധർമ്മം എന്നുള്ള ബോധ്യത്തോടുകൂടി ആരാണോ ദിവസവും ഭഗവത്ഗീത വായിക്കുന്നത്, പഠേ, ആരാണോ ദിവസവും ഭഗവത്ഗീത വിശ്വാസപൂർവം പഠിക്കുന്നത്, അവർക്ക് അവരുടെ എല്ലാവിധ പൂർവജന്മ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്ന് ഗീതാമാഹാത്മ്യത്തിൽ പറയുന്നു. അതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഗീതാധ്യയനശീലസ്യ പ്രാണായാമപരസ്യ ച നൈവസന്ധി പാപാനി പൂർവജന്മ കൃതാനി ച. ആരാണോ വിശ്വാസപൂർവം ഗൗരവപൂർവം പഠിക്കുന്നത് ഭഗവത്ഗീത, പ്രാണായാമപരസ്യ, ആത്മാർത്ഥമായിട്ട് ഭഗവത്ഗീത ദിവസവും പഠിക്കുന്നത്. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഗ്രന്ഥമാണ്, നമ്മുടെ അലമാറയിൽ വെച്ച് പൂജിക്കാനുള്ള ഗ്രന്ഥമല്ല. പൂജിക്കുന്നത് നല്ലതാണ്, പക്ഷേ ഇത് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്നാണ് ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നത്. ഭഗവാൻ ഇപ്പൊ പറഞ്ഞു, ഇത് പഠിക്കുന്നത് ജ്ഞാനയജ്ഞമാണ്. ഭഗവാന് നമ്മൾ അർപ്പിക്കുന്ന ജ്ഞാനയജ്ഞമാണ് ഈ ഭഗവത്ഗീത പഠനം എന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും ദിവസം ഈ അധ്യായം, ഭഗവത്ഗീത 18 അധ്യായം അവസാനിക്കാനായി. അപ്പോൾ ഇതുവരെ ചെയ്തത് എന്താണ്? ഒരു ജ്ഞാനയജ്ഞമാണ്. നമ്മൾ ഭക്തിപൂർവമാണ് ചെയ്തത്, അതുകൊണ്ട് ഭക്തി യജ്ഞമാണ്, അല്ലെ? ഭക്തി യജ്ഞം അതിനേക്കാൾ ഉപരിയാണ്. അപ്പോൾ അതിനത്രയും പ്രാധാന്യമുണ്ട് എന്നാണ്. പൂർവജന്മ കൃതാനിജ. ദിവസവും ഭഗവത്ഗീത വായിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർവജന്മ പാപങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല. അഥവാ കുറച്ച് അനുഭവിച്ച് അവസാനം എല്ലാവരുടെ കർമ്മങ്ങളും ഇല്ലാതാവും. കർമ്മങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. എല്ലാവിധ പൂർവജന്മ പാപങ്ങളും ഇല്ലാതാകും എന്ന് പറയുന്നത്. ഗീതാമഹാത്മ്യത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരമാണ്, ഭഗവാന്റെ വിശ്വരൂപമാണ് ഭഗവത്ഗീത. ഭഗവാന്റെ വാഗ്മയീ മൂർത്തിയാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. വാഗ്മയീ മൂർത്തി, വാക്കുകൊണ്ടുള്ള ഭഗവാന്റെ വിഗ്രഹമാണ് ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത്. ഓരോ അധ്യായം, 18 അധ്യായം, ഓരോ അധ്യായം ഭഗവാന്റെ ശരീരത്തിലെ ഓരോ അംഗങ്ങളാണ് എന്ന് പറയുന്നത് ഗീതാമഹാത്മ്യം. ഭഗവാൻ വിഷ്ണു തന്നെ ലക്ഷ്മി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഗീതാമഹാത്മ്യം. അത് പിന്നീട് മഹാദേവൻ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് പത്മപുരാണത്തിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 5 അധ്യായം ഭഗവാന്റെ 5 ശിരസ്സുകളായിട്ട് പറയുന്നു പത്മപുരാണത്തിൽ. വിശ്വരൂപത്തിലെ 5 ശിരസ്സുകളാണ് ആദ്യത്തെ 5 അധ്യായം. പിന്നീടുള്ള 10 അധ്യായം, 6ാമത്തെ അധ്യായം മുതൽ 15ാമത്തെ അധ്യായം വരെ ഭഗവാന്റെ 10 കൈകളാണ്, വിശ്വരൂപത്തിലെ 10 കൈകളാണ് എന്ന് പറയുന്നു. 16ാമത്തെ വരെയുള്ള അധ്യായം. 17ാമത്തെ അധ്യായം ഭഗവാന്റെ ഉടലാണ് എന്ന് പറയും. 15 വരെയുള്ള അധ്യായം. 15 വരെയുള്ള അധ്യായങ്ങൾ ഭഗവാന്റെ കൈകളാണ്. 16ാമത്തെ അധ്യായം ഭഗവാന്റെ ഉടലാണ്. 17ഉം 18ഉം അധ്യായം ഭഗവാന്റെ 2 പാദങ്ങളാണ് എന്ന് പറയും. അങ്ങനെ 18 അധ്യായങ്ങൾ ഭഗവാന്റെ ശരീരത്തിലെ വ്യത്യസ്ത അംഗങ്ങളായിട്ടാണ് പറയുന്നത്. അപ്പൊ ഭഗവത്ഗീത ഭഗവാന്റെ വിഗ്രഹം തന്നെയാണ്. ഭഗവത്ഗീത ദിവസവും വായിക്കുന്നത് ഭഗവാന്റെ വിഗ്രഹാരാധന ചെയ്യുന്നതിന് തുല്യമാണ്. അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഭഗവത്ഗീത വായിക്കുന്നത്. അധ്യേഷ്യതേച്ഛയ ഇമം ധർമ്മ്യം സംവാദമാവയോ ജ്ഞാനയജ്ഞേന തേനാഹം ഇഷ്ടസ്യാമിതി മേ മതി എന്ന് ഭഗവാൻ തന്നെ പറയുന്നത്. ആരാണോ ദിവസവും ഭഗവത്ഗീത വായിച്ചു പിടിക്കുന്നത് അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നത്, അവരെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരായിട്ട് മാറും. കാരണം അവര് ജ്ഞാനയജ്ഞം കൊണ്ട് എന്നെ സേവിക്കുകയാണ് എന്നാണ് ഭഗവാൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ അത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഗീതാമഹാത്മ്യം ഒരു ദിവസം നമുക്ക് വേറൊരു ദിവസം പൂർണ്ണമായിട്ടും ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇന്ന് വായിക്കാനുള്ളത് 72ാമത്തെ ശ്ലോകമാണ്. തച്ചിദേതത് ശ്രുതം പാർത്ഥ ത്വയൈകാഗ്രേണ ചേതസ തച്ചിത് അജ്ഞാന സമൂഹ പ്രണഷ്ടസ്തേ
ധനഞ്ജയ. ഭഗവാൻ ചോദിക്കുന്നതാണ്. എന്താണ് ചോദിക്കുന്നതെന്ന് നമുക്ക് വായിക്കാം. വിവർത്തനം ഭവാർത്ഥം വായിച്ചതിന് ശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്ലോകം വിവർത്തനം ഭവാർത്ഥം വായിച്ചോളൂ. 72ാമത്തെ ശ്ലോകം. ആരാണ് വായിക്കുന്നത്? സഞ്ജീവനി മതേജി വായിച്ചു. കശ്ചിദേതശ്രുതം വാർത്ത ത്വയ്യേകാഗ്രേണ ചേതസാ കശ്ചിദജ്ഞാന സമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ. വിവർത്തന ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. കുന്തിപുത്രനായ ധനഞ്ജയ, നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടെ കേട്ടില്ലേ? അജ്ഞാനത്തിൽ നിന്നുളവായ നിന്റെ വ്യാമോഹം ഇപ്പോൾ നീങ്ങിയില്ലേ? ഭാവാർത്ഥം: അർജുനന്റെ ആധ്യാത്മിക ഗുരുവെന്ന നിലയിലാണ് കൃഷ്ണൻ പ്രവർത്തിച്ചത്. ശരിയായ കാഴ്ചപ്പാടിൽ തന്നെയാണോ അർജുനൻ ഗീതോപദേശം സ്വീകരിച്ചതെന്നും അദ്ദേഹം അതിന്റെ പൊരുൾ ഉൾക്കൊണ്ടുപോയെന്നും കൃഷ്ണന് അറിയേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടില്ലെന്നിരിക്കിൽ ഓരോ വിഷയത്തെക്കുറിച്ച് ഭഗവത്ഗീത മുഴുവനുമോ വീണ്ടും വിവരിച്ചു കൊടുക്കാനും കൃഷ്ണൻ തയ്യാറാണ്. കൃഷ്ണനെ പോലെ വിശ്വാസനായ ഒരു ആധ്യാത്മ ഗുരുവിൽ നിന്നോ അദ്ദേഹത്തിന്റെ പ്രതിനിധിയിൽ നിന്നോ ഭഗവത്ഗീത ശ്രമിക്കുന്നവന്റെ അജ്ഞാന തമസ് അപ്രത്യക്ഷമാകുന്നത് അയാൾക്ക് അനുഭവപ്പെടും. ഭഗവത്ഗീത ഒരു കവിയോ നോവലിസ്റ്റോ എഴുതിയ സാധാരണ പുസ്തകമല്ല. പരമദിവ്യോത്തമ പുരുഷൻ തന്നെ പറഞ്ഞതാണിത്. കൃഷ്ണനിൽ നിന്നോ അഥവാ ഭഗവാന്റെ പ്രതിപുരുഷനായ ഒരു യഥാർത്ഥ ആധ്യാത്മിക ഗുരുവിൽ നിന്നോ ഈ ഉപദേശങ്ങൾ കേൾക്കാൻ ഭാഗ്യമുണ്ടായവൻ മുക്തനാകുമെന്ന് ഉറപ്പാണ്. അയാൾ അജ്ഞാന തമസിൽ നിന്ന് മോചിതനാകും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഈ ചോദ്യത്തിൽ നിന്നും ഭഗവാന്റെ ആ ഒരു കാരുണ്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ ചോദിക്കുന്നത് എന്താണ്? കച്ചിതേത ശ്രുതം വാർത്ത ത്വയേകാഗ്രേണ ചേതസ കച്ചിത് അജ്ഞാന സമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ. നീ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഈ ഏകാഗ്രേണ ചേതസ. അപ്പോൾ ഭഗവത്ഗീത നമ്മൾ കേൾക്കേണ്ടത് ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടിയാണ് എന്നാണ് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്തത് കൊണ്ട് ഭഗവത്ഗീതയും കേൾക്കുന്നത് ഏകാഗ്രമായിട്ടുള്ള ശ്രവണമല്ല, അല്ലെ? ഭഗവത്ഗീത കേൾക്കുകയും ചെയ്യാം, എന്താണ് വേറെ കറിക്ക് അരിയാനുള്ള പച്ചക്കറിയൊക്കെ അരിയും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നത് എന്താണ്? അല്ലെങ്കിൽ അടുക്കളയിലെ പണിയൊക്കെ ചെയ്യാം. അത് ഏകാഗ്രമായിട്ടുള്ള ശ്രവണമല്ല. ശ്രവണമാണ്, ഭാഗികമായിട്ടുള്ള ശ്രവണമാണ്. ഇവിടെ ഭഗവാൻ ചോദിക്കുന്നത് എന്താണ്? ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി. അർജുനൻ ആ സമയത്ത് വേറൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മൾട്ടി ടാസ്കിങ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല, അല്ല. അദ്ദേഹം വില്ലെടുത്ത് അത് ഞാൻ കെട്ടുകയോ അല്ലെങ്കിൽ അമ്പെയ്യാൻ പ്രാക്ടീസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഭഗവാനെ കേൾക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അർജുനന് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിച്ചു. എന്താണ് അതെങ്ങനെയാണ് സാധിക്കുന്നത്? സൂര്യദേവൻ എങ്ങനെയാണ് ഉപദേശിക്കാൻ സാധിക്കുന്നത്? നമ്മൾ രണ്ടുപേരും ഒരേ സമയത്തുള്ള ആളുകളല്ലേ, നമ്മൾ ഒരേ പ്രായക്കാരല്ലേ, പിന്നെ എങ്ങനെയാണ് പണ്ട് നിങ്ങൾ സൂര്യദേവനെ ഉപദേശിച്ചു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അർജുനൻ വളരെ ശ്രദ്ധിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധിക്കുന്നത്. അർജുനനോട് ഭഗവാൻ വീണ്ടും ചോദിക്കുകയാണ്, നീ ഏകാഗ്രമായിട്ടുള്ള മനസ്സോടുകൂടി തന്നെ ഇത് കേട്ടില്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ സംശയങ്ങളെല്ലാം തീർച്ചയായിട്ടും മാറും. അപ്പൊ നിന്റെ സംശയങ്ങളൊക്കെ മാറിയില്ലേ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. കച്ചിത് അജ്ഞാന സമ്മോഹ പ്രണഷ്ടസ്തേ ധനഞ്ജയ. അജ്ഞാനത്തിൽ നിന്നുണ്ടായ നിന്റെ സമ്മോഹം. അജ്ഞാനത്തിൽ ഇരിക്കുമ്പോഴാണ് സമൂഹം ഉണ്ടാകുന്നത്. സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ, സംശയങ്ങൾ. അർജുനൻ ഒരുപാട് സംശയങ്ങളിൽ പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ 1-ാമത്തെ അധ്യായം വായിക്കുന്ന സമയത്ത് മുഴുവൻ അർജുനന്റെ സംശയങ്ങളാണ് കണ്ടത്.
അല്ലെ? അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതെല്ലാം എന്റെ ബന്ധുക്കളാണ്, ഇവരെ കൊല്ലുന്നത് പാപമല്ലേ? അവർ തെറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പോലും ബന്ധുക്കളെ കൊല്ലുന്നത് പാപമാണ്. മാത്രമല്ല നമ്മുടെ കുലം മുടിഞ്ഞു പോയില്ലേ? ഒരു വംശത്തിനെ മുഴുവൻ വധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വംശം മുഴുവൻ ഇല്ലാതാകും. ഞാൻ ആ വംശത്തെ നശിപ്പിച്ചവൻ എന്നുള്ള പേരിൽ അറിയപ്പെടും. വംശത്തെ നശിപ്പിച്ചവൻ ജീവിതകാലം മുഴുവൻ നരകത്തിൽ കിടക്കേണ്ടി വരും. കുലധർമ്മ അല്ലെ, കുലധർമ്മം നശിപ്പിച്ച ഒരു വ്യക്തി നരകേ നിയതം വാസോ ഭവതി അനുശുശ്രമ, നരകത്തിൽ പോയിട്ട് സ്ഥിരതാമസം ചെയ്യേണ്ടി വരും, അവിടെ പോയിട്ട് സ്ഥിരമായിട്ട് കിടക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ അർജുനുണ്ടായിരുന്നു. അപ്പോൾ അർജുനന്റെ ആ സംശയങ്ങളൊക്കെ തീർന്നില്ലേ? ഇനി എന്തെങ്കിലും സംശയമുണ്ടോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വീണ്ടും ഭഗവാൻ ഉപദേശിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അല്ല, ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഒന്നും ചോദിക്കരുത് എന്നുള്ള ഭാവത്തിലല്ല, അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് എന്നൊന്നും ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ വീണ്ടും പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. അത് ഭഗവാന്റെ അത് ഭഗവാന്റെ കാരുണ്യമായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അർജുനന്റെ സംശയങ്ങളെല്ലാം ഭഗവാൻ തീർത്തത്? ആദ്യം അർജുനന് ഭഗവാൻ, നീ ചെയ്യുന്നത് പാപമല്ല, തെറ്റായിട്ടുള്ള കാര്യമല്ല, അത് നിന്റെ ഗുരുക്കന്മാർക്ക് കൂടി നല്ലതാണ്. ഒരു ജീവൻ ഒരിക്കലും ശരീരം വെടിഞ്ഞാലും ഇല്ലാതാകുന്നില്ല. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഉയർന്ന ജന്മം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. കർമ്മകാണ്ഡവുമായിട്ട് ബന്ധപ്പെട്ട് അവർ മരിച്ചാലും അവർക്ക് ഉയർന്ന ലോകങ്ങളിലേക്ക് പോകാം. അതുകൊണ്ട് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ശരീരം മാത്രമാണ് കൊല്ലപ്പെടുന്നത്, ജീവാത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. ജീവാത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ജീവൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏത് തരം കർമ്മമാണ് ചെയ്യേണ്ടത്? യജ്ഞാർത്ഥാത് കർമ്മണോ അന്യത്ര, 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. യജ്ഞത്തിന് വേണ്ടി കർമ്മം ചെയ്യണം, ഭഗവാന്റെ സേവനമായിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ അധ്യായത്തിൽ തന്നെ ഒരു ജീവന്റെ ശത്രുവായിട്ടുള്ളത് കാമമാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാമത്തിൽ പെട്ടുകഴിഞ്ഞാൽ യജ്ഞത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല. ഇഷ്ടമുണ്ടെങ്കിൽ പോലും ഭഗവത് സേവനത്തിലേക്ക് വരാൻ കഴിയുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ധാർമ്മികമായിട്ടൊക്കെ ജീവിക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ തീരുമാനമെടുക്കും പല ആളുകളും, ഞാൻ ഇനി മോശമായിട്ടൊന്നും ചെയ്യുന്നില്ല, ധാർമ്മികമായിട്ട് നല്ല രീതിയിൽ ഞാൻ ജീവിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് തീരുമാനമെടുക്കും. പക്ഷെ അത് പാലിക്കാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം എന്താണ് എന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു 3-ാമത്തെ അധ്യായത്തിൽ. ഭഗവാൻ പറഞ്ഞു കൊടുത്തു, കാമമാണ് അതിന് കാരണം. കാമമാണ് നമ്മുടെ ശത്രു. അത് മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും ഒക്കെ ഇരിക്കുന്നുണ്ട്. അതിനെ നശിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത് എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് കാമത്തിനെ ഇല്ലാതാക്കുന്നത്? പരമമായിട്ടുള്ള സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ കാമമില്ലാതാകും എന്ന് ഭഗവാൻ പറഞ്ഞു. ഏറ്റവും ഉന്നതനായിട്ടുള്ള വ്യക്തിയെ കുറിച്ച് നമ്മൾ അറിയണം. ഏവം ബുദ്ധേ പരം ബുദ്ധ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസതം. തോൽപ്പിക്കാൻ സാധിക്കാത്ത കാമത്തെ എങ്ങനെ തോൽപ്പിക്കാം? ഏറ്റവും ഉന്നതമായിട്ടുള്ള പരമസത്യത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ കാമമില്ലാതാകും എന്ന് 3-ാമത്തെ അധ്യായത്തിന്റെ അവസാനം പറഞ്ഞു. അതിനുശേഷം 4-ാമത്തെ അധ്യായത്തിൽ ആ പരമസത്യം എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെയാണ് നമ്മൾ അത് അറിയുന്നത്, അതിനുള്ള വഴി എന്താണ് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അത് ഗുരുപരമ്പരയിലൂടെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഏവം പരമ്പരാപ്രാപ്തം, പരമസത്യത്തെ കുറിച്ച് നമ്മൾ അറിയുന്നത് ഗുരുപരമ്പരയിലൂടെയാണ്. അതിന് നമ്മൾ ഒരു ഗുരുവിൽ നിന്ന് തന്നെ കേൾക്കണം. പരമസത്യത്തെ കുറിച്ച് അറിയുന്ന ജ്ഞാനിന തത്വദർശിന ഉപദേശന്തി, അവരുപദേശിക്കും. ഗുരു നിനക്ക് ഉപദേശിച്ചു തരും. അവരെ സേവിച്ചാൽ മതി. അവരെ സേവിച്ച് തൃപ്തനാക്കി കഴിഞ്ഞാൽ ഉപദേശന്തി ജ്ഞാനം. അങ്ങനെ തന്നെയാണ് നമ്മൾ ആ ജ്ഞാനം സ്വീകരിക്കേണ്ടത്. നമ്മൾ ഊഹിച്ചത് കൊണ്ട് കാര്യമില്ല, അല്ലെങ്കിൽ പുസ്തകം പഠിച്ചത് കൊണ്ട് കാര്യമില്ല. ഗുരുമുഖത്ത് നിന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അത് ആദ്യം ഭഗവാൻ തന്നെയാണ് ഉപദേശിച്ചത് എന്ന് പറഞ്ഞു. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യം. പരമസത്യത്തെ കുറിച്ച് അറിയുന്നത് ആർക്കാണ്? ആ പരമസത്യത്തിന് തന്നെയാണ്, ഭഗവാന് തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ തന്നെ ഇതിന് തുടക്കമിട്ടു.
സൂര്യദേവന് ഉപദേശിച്ചു, അതങ്ങനെ വന്നു. പക്ഷെ കാലക്രമേണ നശിച്ചുപോയി. ഇപ്പോൾ അർജുനന് വീണ്ടും ഭഗവാൻ നേരിട്ട് ഉപദേശിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം അതുകൊണ്ട് എല്ലാ സമയത്തും ഭഗവാനെ സ്മരിക്കണം, എല്ലാ സമയത്തും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവസാന സമയത്തും ഭഗവാനെ സ്മരിച്ച് ശരീരം വെടിയാൻ സാധിക്കും. ഓരോ വ്യക്തിയും എന്താണോ സ്മരിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അടുത്ത ജന്മത്തിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതിനുശേഷം ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചും ഭഗവാന്റെ ഐശ്വര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. കാരണം ഭഗവാനോട് ഭക്തി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം ഭഗവാനെ കുറിച്ച് കേൾക്കണം അല്ലെ. തത് ശൃണു 7ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. അത് ശ്രവണമാണ് ആദ്യം ചെയ്യേണ്ടത്. മയ്യാസക്തമനപാർത്ഥ യോഗം യുജ്ജൻ മതാശ്രയം അസംശയം സമഗ്രം മാം യഥാജ്ഞാസ്യസി തത് ശൃണു. ശ്രവണത്തിലൂടെ നമുക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം ഭഗവാന്റെ ഐശ്വര്യങ്ങളും വിഭൂതികളുമാണ് മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഭഗവാനോട് ആരാധന ഉണ്ടാകും, ആരാധനാ മനോഭാവം ഉണ്ടാകും. പക്ഷേ ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് കേട്ട് ആരാധന ഉണ്ടാകണമെങ്കിൽ നമ്മൾക്കൊരു യോഗ്യത ഉണ്ടായിരിക്കണം. അത് 9ാമത്തെ അധ്യായത്തിൽ ആ യോഗ്യതയെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് യോഗ്യത? അനസൂയവേ. ഭഗവാനോട് അസൂയ ഉണ്ടാകാൻ പാടില്ല. ഭഗവാനോട് അസൂയുള്ളവർക്ക് വിഭൂതികൾ കേട്ടു കഴിഞ്ഞാലും ഭഗവാനോട് അസൂയ കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ. ഒരാൾക്ക് വലിയ ഐശ്വര്യമുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ അസൂയ ഇല്ലാത്ത വ്യക്തിക്ക് അയാളോട് ആരാധന ഉണ്ടാകും. അസൂയാണ് ഉള്ളതെങ്കിൽ അസൂയ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അസൂയ ഇല്ലാത്തത് കൊണ്ട് അർജുനൻ ഇത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് 9ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. 10ാമത്തെ അധ്യായത്തിലും 11ാമത്തെ അധ്യായത്തിലും ഭഗവാന്റെ വിഭൂതികളാണ്, ഭഗവാന്റെ ഐശ്വര്യങ്ങൾ, ഭഗവാന്റെ ശക്തി എത്രയാണ് എന്നൊക്കെ പറയും. ഇന്ന് മഹാരാജ് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ആ വിഭൂതി ഭഗവാന്റെ ഒരു ശക്തി, ഒരു ചെറിയ അംശശക്തി കൊണ്ടാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ അത് ഉൾക്കൊള്ളണമെങ്കിൽ ഭഗവാനോട് അസൂയ ഉണ്ടാകാൻ പാടില്ല. ഇനി ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭഗവാൻ കാണിച്ചു കൊടുത്തു. വിശ്വരൂപത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുത്തു. അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തഥാ. ഞാനാണ് ഈ മുഴുവൻ പ്രപഞ്ചത്തിന്റെയും പ്രഭവവും പ്രളയവും എല്ലാം ഞാൻ തന്നെയാണ്. എല്ലാ ലോകവും എന്നിൽ തന്നെയാണ് ഉൾക്കൊള്ളുന്നത് എന്ന് ഭഗവാൻ പറയുക മാത്രമല്ല, വിഭൂതിരൂപത്തിൽ അത് ഭഗവാൻ പറഞ്ഞു, വിശ്വരൂപത്തിൽ അത് ഭഗവാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതിന്റെ അവസാനം ആ വിശ്വരൂപം കണ്ട സമയത്ത് അർജുനന് പൂർണ്ണമായിട്ടും സന്തോഷമായില്ല. സ്വന്തം രൂപത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി അർജുനൻ പ്രാർത്ഥിച്ചു. നാരായണ രൂപം കാണിച്ചു കൊടുത്തതിന് ശേഷം ഭഗവാൻ സ്വന്തം രൂപത്തിലേക്ക് വന്നു, ദ്വിഭുജ രൂപത്തിലേക്ക് വന്നു. ആ ദ്വിഭുജ രൂപമാണ് ഭഗവാന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള രൂപം എന്ന് വിശ്വരൂപത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ പറയുന്നത്. അത് ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യമാണ്. ഭഗവാന്റെ ശ്യാമസുന്ദരമായിട്ടുള്ള 2 കൈകളോട് കൂടിയിട്ടുള്ള ശ്രീകൃഷ്ണ രൂപം, ആ രൂപത്തെ ആരാധിക്കാനാണ് ഭഗവാൻ അവിടെ നിർദ്ദേശിക്കുന്നത് അല്ലെ. ഭക്തി സേവനം ചെയ്യണം. ആ ഭക്തിയിലൂടെ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഭക്ത്യാതുനന്യാ ശക്യ അഹമേവം വിദോർജുന ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവേഷ്ടും ച പരന്തമ. ഭക്തിയിലൂടെ മാത്രമേ, ന ദാനേന ന തപസ ന ചേച്ചയ, യജ്ഞത്തിലൂടെയോ ദാനത്തിലൂടെയോ തപസ്സിലൂടെയോ ഒന്നും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാന്റെ ഈ ശ്യാമസുന്ദരമായിട്ടുള്ള രൂപത്തിനോടുള്ള ഭക്തി, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾക്ക് ഭഗവാന്റെ ഭക്തി ലഭിക്കും. അങ്ങനെ ഭഗവാനിലേക്ക് തിരിച്ചു പോകാനും സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭക്തി എങ്ങനെ ചെയ്യണം എന്ന് 12ാമത്തെ അധ്യായത്തിൽ ഭക്തിയോഗത്തില് ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നേരിട്ടുള്ള ഭഗവാന്റെ രൂപത്തിനെ ആരാധിക്കുന്നത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആരാധന എന്ന് അവിടെ ഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ രൂപത്തെ ആരാധിക്കുന്നത്, ഭഗവാന്റെ വിഗ്രഹത്തെ ആരാധിക്കുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ള ആരാധനാ രീതി. ഭഗവാന് രൂപമില്ല എന്ന് പറഞ്ഞ് അവ്യക്തമായിട്ടുള്ള എന്തിനെയോ ആരാധിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മനസ്സിനെ നമുക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്ത ചേതസാം
അവ്യക്തത്തിൽ നമ്മൾക്ക് ഒന്നിനെ ഉറപ്പിച്ച് മനസ്സിനെ ഉറപ്പിച്ചു വെക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ നേരിട്ട് ഭഗവാന്റെ രൂപത്തെ ആരാധിക്കുന്നതാണ് ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തി സേവനം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഭക്തിയിൽ തന്നെ പലവിധ പടികളുണ്ട്. ഏറ്റവും ഉയർന്ന പടിയെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. നിരന്തരമായിട്ട് സ്വാഭാവികമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്, സ്വാഭാവികമായിട്ട് ഭഗവാന്റെ സേവനം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആരാധന എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭക്തിയിലെ ഉയർന്ന പടിയായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പടിയിൽ എത്താത്തവർക്ക് നിയമം നിബന്ധനകളൊക്കെ അനുസരിച്ച് ഭഗവാന്റെ സാധനാഭക്തി പരിശീലിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സാധനാഭക്തി ഞാൻ ഇത്ര നാമം ജപിക്കും, ഭഗവാന്റെ വിഗ്രഹാരാധന ദിവസവും പ്രഭാതത്തിൽ ചെയ്യും, ഭഗവാന് നിവേദ്യം ചെയ്യും, അത് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ, ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നതാണ്. നമുക്കത് പൂർണ്ണമായിട്ടും ഇഷ്ടമല്ലെങ്കിൽ പോലും, നമ്മൾക്ക് അപ്പോൾ വലിയ ആനന്ദമൊന്നും ലഭിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ അത് ചെയ്യും. അത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഭ്യാസം ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അത് സാധനാഭക്തിയാണ്. ആ സാധനാഭക്തി പരിശീലിക്കാൻ പറഞ്ഞു. അതിനുശേഷം അത് സാധിക്കുന്നില്ലെങ്കിൽ അത് പരിശീലിക്കുന്നവരെ സഹായിക്കാം. ഭഗവാന്റെ കർമ്മ സേവനങ്ങളിലൊക്കെ ഏർപ്പെടാം, ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവന പ്രവൃത്തികളിലൊക്കെ ഏർപ്പെടാം. അതും സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കർമ്മഫലത്തിന്റെ ഒരു ഭാഗം ഭഗവാന് സമർപ്പിക്കാം. അതും സാധിക്കുന്നില്ലെങ്കിൽ ജ്ഞാനമാർഗത്തിലൂടെ വരാം എന്ന് പറഞ്ഞിട്ട് അടുത്ത അധ്യായം മുതൽ ജ്ഞാനം, ഈ ഭൗതിക പ്രകൃതിയെ കുറിച്ചുള്ള ജ്ഞാനം, എങ്ങനെയാണ് ഒരു ജീവൻ ഈ ഭൗതിക പ്രകൃതിയിൽ പെട്ടുപോയത്, ആ പെട്ടുപോയി കഴിഞ്ഞാൽ ത്രിഗുണങ്ങളാണ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത്, സത്വരജസ്തമോ ഗുണങ്ങളാണ് ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 15-ാമത്തെ അധ്യായത്തിൽ ഭൗതിക ലോകം ഒരു തലതിരിഞ്ഞ വൃക്ഷമായിട്ടും അതിലെങ്ങനെയാണ് ജീവൻ പെട്ടുപോയതെന്നും നമ്മുടെ ആ ജീവന്റെ ലക്ഷ്യം ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തുകയാണെന്നും അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു ജീവൻ നിരന്തരമായിട്ട് ഈ ഭൗതിക ലോകത്തിൽ തന്നെ കിടക്കുന്ന സമയത്ത് അതിന് ആസുരികമായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും, അസുര സ്വഭാവത്തിലേക്ക് വരും. അതുകൊണ്ട് ആസുരിക സ്വഭാവത്തിനെ തിരിച്ചറിയുന്നതിന് വേണ്ടി 16-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ദേവാസുര ഭാവങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായി. ദേവാസുര ഭാവങ്ങൾ, ആ ദേവാസുര ഭാവത്തിന്റെ അവസാനം പറഞ്ഞു, ആസുരികമായിട്ടുള്ള സ്വഭാവം നമ്മൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നരകത്തിലേക്കാണ് പോകുന്നത്. ത്രിവിധം നരകസേതം. ആസുരികമായിട്ടുള്ള സ്വഭാവം നമ്മളെ എങ്ങോട്ടാണ് എത്തിക്കുന്നത്? നരകത്തിലേക്കാണ്, നരകീയമായിട്ടുള്ള ജീവിതത്തിലേക്കാണ് എത്തിക്കുന്നത്. അധാർമികമായിട്ടുള്ള ജീവിതം ദുഃഖത്തിലേക്കും ക്ലേശത്തിലേക്കും ദുരിതത്തിലേക്കും മരണത്തിലേക്കുമാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് ഇത് നീ നിർത്തണം എന്ന് അർജുനനോട് പറഞ്ഞു. അർജുനിലൂടെ നമ്മളോട് പറയുന്നു, അല്ല നീ എന്തൊക്കെ നിർത്തണം? ത്രിവിധം നരകസ്യേതം യേശാം നാശനമാത്മന കാമ ലോഭസ്തഥ, കാമവും ക്രോധവും ലോഭവും, കാമ ക്രോധസ്തഥാ ലോഭ തസ്മാത് ഏതത്രയം ത്യജേ. ആസുരിക സ്വഭാവത്തിന്റെ മൂലകാരണമായിട്ടുള്ള കാമവും ക്രോധവും ലോഭവും ത്യജിക്കണമെന്ന് പറഞ്ഞു. അതെങ്ങനെ ത്യജിക്കാം? ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ക്രമേണ ത്യജിക്കാൻ സാധിക്കും. തസ്മാ ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യവ്യവസ്ഥ. ശാസ്ത്രം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തയ്യാറാകണം. അപ്പോൾ ഈ കാമവും ക്രോധവും ലോഭവും ഒക്കെ ക്രമേണ ഇല്ലാതാകും. അപ്പൊ നേരത്തെ കാമം ഇല്ലാതാകുന്നത് എങ്ങനെയാണെന്ന് ഭഗവാൻ നേരിട്ടുള്ള വഴി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരിട്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാമവും ക്രോധവും എല്ലാം ഇല്ലാതാവും, പിന്നെ പുനർജന്മം ഇല്ലാതാവും. പക്ഷെ അതിൽ വിശ്വാസമില്ലാത്തവർക്ക് ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിച്ച്, കർമ്മമാർഗത്തിലൂടെ സഞ്ചരിച്ച്, ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിച്ച് ധ്യാനമാർഗത്തിലെത്തി ഭഗവാനിൽ വിശ്വാസം വന്ന് പിന്നീട് ഭഗവാന്റെ ഭക്തിയിലേക്ക് വരാനുള്ള മാർഗമാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശാസ്ത്രം അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കാമം ഇല്ലാതാകാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുനൻ ചോദിച്ചു, എല്ലാവരും ശാസ്ത്രം അനുസരിച്ചൊന്നുമല്ല പ്രവർത്തിക്കുന്നത്, എല്ലാവർക്കും ശാസ്ത്രമൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ശാസ്ത്രമൊന്നും അറിയില്ല, ഞങ്ങളുടെ അപ്പൂപ്പന്മാർ ഇങ്ങനെയൊക്കെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അധികം ആളുകൾ ചെയ്യുന്നത്.
അവരുടെ ഗതി എന്താണ്, അവരുടെ വിശ്വാസം എന്താണ് എന്നൊക്കെ അർജുനൻ ചോദിച്ചിട്ടുണ്ടായി 17-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശാസ്ത്രം അനുസരിക്കാതെ പ്രവർത്തിച്ചാലും അവരുടെ വിശ്വാസം 3 തരത്തിലാണ് വരുന്നത്. അല്ലെ, 3 തരത്തിലാണ് വരുന്നത്. ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് 3 തരത്തിലുള്ള വിശ്വാസം? ആർക്കാണ് അറിയുന്നത്? 3 തരത്തിലുള്ള വിശ്വാസമാണ് ഒരാൾക്കുണ്ടാവുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശാസ്ത്രം അനുസരിച്ചില്ലെങ്കിൽ പോലും 3 തരത്തിലാണ് വിശ്വാസം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. ഏതൊക്കെ വിശ്വാസമാണ്? ആർക്കാണ് അറിയുന്നത്? ആസുരികം, താമസികം, ദൈവികം, അങ്ങനെയാണോ പ്രഭുജി? ഇല്ല, അങ്ങനെ ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭഗവാൻ എന്താണ് പറഞ്ഞത്? ഹരേ കൃഷ്ണ പ്രഭു. പരാഭക്തി. കേൾക്കുന്നില്ല. രാജലക്ഷ്മി മാതാജി പറയുന്നത് കേൾക്കുന്നു. പരാഭക്തി. സത്വഗുണത്തിലെ രജോഗുണത്തിലെ അങ്ങനെയാണോ പ്രഭു? യെസ്, അങ്ങനെയാണ്. സാത്വികമായിട്ടുള്ള വിശ്വാസം, രാജസികമായിട്ടുള്ള വിശ്വാസം, താമസികമായിട്ടുള്ള വിശ്വാസം. അല്ല, ഇതാണ് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവുക. ശാസ്ത്രം പഠിച്ചാലും ഇല്ലെങ്കിലും എല്ലാവർക്കുമുള്ള വിശ്വാസം സാത്വികമായിട്ടുള്ള വിശ്വാസം, രാജസികമായിട്ടുള്ള വിശ്വാസം, താമസികമായിട്ടുള്ള വിശ്വാസം. അല്ല, ഇതാണ് ഉണ്ടാവുക എന്ന് ഭഗവാൻ പറഞ്ഞു. സാത്വിക വിശ്വാസമുള്ളവര് ദേവന്മാരെയൊക്കെ ആരാധിക്കും, രജോഗുണത്തിലുള്ളവര് യക്ഷരാക്ഷസന്മാരെയൊക്കെ ആരാധിക്കും, തമോ ഗുണത്തിലുള്ളവര് ഭൂതപ്രേതങ്ങളൊക്കെ ആരാധിക്കും. സ്വാഭാവികമായിട്ട് അവരങ്ങനെ ആരാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് ദേവനെയാണോ നമ്മൾ ആരാധിക്കുന്നത് അങ്ങോട്ട് എത്തിച്ചേരുമെന്നും ഭഗവാൻ പറഞ്ഞു. ദേവാൻ ദേവയജോ യാന്തി യാന്തി ദേവപ്രദ ദേവാൻ പിതൃം യാന്തി പിതൃപ്രദ ഭൂതാനി യാന്തി ഭൂതേജ്യോ യാന്തി മധ്യാജിനോകിമാം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ അടുത്തേക്ക് പോകും, ഭൂതപ്രേതങ്ങളെ ആരാധിക്കുന്നവർ അങ്ങോട്ട് പോകും, പിതൃക്കളെ ആരാധിക്കുന്നവര് പിതൃക്കളുടെ അടുത്തേക്ക് പോകും, ഭഗവാനെ ആരാധിക്കുന്നവര് ഭഗവാന്റെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രം ഒന്നും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആരാധനകള് ഒന്നുകിൽ സാത്വിക ഗുണത്തിലാകാം, അല്ലെങ്കിൽ രജോഗുണത്തിലാകാം, അതുമല്ലെങ്കിൽ തമോ ഗുണത്തിലാകാം എന്ന് പറഞ്ഞു. അതിനുശേഷം സാത്വികമായിട്ടുള്ള വിശ്വാസമുള്ളവർ ഉയർന്ന ലോകത്തിലേക്ക് പോകും, രജഗുണത്തിലുള്ളവർ ഇവിടെ തന്നെ നിൽക്കും, തമോ ഗുണത്തിലുള്ളവർ താഴോട്ട് പോകും എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഈ ഗുണങ്ങളിൽ നിന്നൊക്കെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? രക്ഷപ്പെട്ടാലേ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. അതെങ്ങനെയാണ് രക്ഷപ്പെടുന്നത് എന്ന് ഭഗവാനോട് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞത്, മാംസയോ അഭിവിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യതാൻ ബ്രഹ്മഭൂയായ കൽപ്പത. ആരാണോ നിരന്തരമായിട്ട് ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യുന്നത്, നിരന്തരമായിട്ട് മാംസയോ അഭിവിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമതീത്യതാൻ ബ്രഹ്മഭൂയായ കൽപ്പത. നിരന്തരമായിട്ട് ഭക്തി സേവനം ആരാണോ ചെയ്യുന്നത് അവർക്ക് ഈ ത്രിഗുണങ്ങളിൽ നിന്ന് എല്ലാം രക്ഷപ്പെട്ട് പുറത്തു പോകാൻ സാധിക്കും. എല്ലാതരം വിശ്വാസങ്ങളിൽ നിന്നും പുറത്തു വന്ന് നിരന്തരമായിട്ട് ഭഗവാന്റെ സേവനം മാത്രം ചെയ്യാൻ അവർക്ക് സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ക്രമേണ അങ്ങനെ അവരെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ചതുർവർണ്ണ്യം എന്നുള്ള സിസ്റ്റം സ്ഥാപിച്ചത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചതുർവർണ്ണ്യം മയാ സൃഷ്ടം. അതിൽ എന്തിനുള്ള അവസരമുണ്ട്? സ്വേ കർമ്മണ്യഭിരത സംസിദ്ധി ലഭതേ നര. നമ്മൾക്ക് ഏത് കർമ്മമാണോ താല്പര്യം അത് ചെയ്യാം, മനസ്സിനിണങ്ങിയ ജോലി ചെയ്യാം. ചതുർവർണ്ണത്തിൽ അതിനുള്ള സംവിധാനമുണ്ട്. നമ്മുടെ മനസ്സിനിണങ്ങിയ ജോലി ചെയ്യാം. ചില ആളുകൾക്ക് ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവത്തിലുള്ളവർക്ക് ബ്രാഹ്മണീയമായിട്ടുള്ള ജോലി ചെയ്യാം. ജന്മത്തിനെ അടിസ്ഥാനമാക്കിയല്ല, നമ്മുടെ സ്വഭാവം അനുസരിച്ച്. സ്വഭാവ പ്രഭവേ ഗുണൈ. ഗുണത്തിൽ നിന്നുണ്ടാകുന്ന സ്വഭാവം അനുസരിച്ച് 4 തരം സ്വഭാവം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. 4 തരം സ്വഭാവം ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടാവും? 4 തരം സ്വഭാവം: ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവം, ക്ഷത്രിയ സ്വഭാവം, വൈശ്യ സ്വഭാവം, ശൂദ്ര സ്വഭാവം അല്ലെ. ഇതിൽ ഏത് വേണമെങ്കിലും പ്രവർത്തിക്കാം. നമ്മൾക്ക് ഏതാണോ ഇഷ്ടം. നമുക്ക് ബ്രാഹ്മണനായിട്ട് പ്രവർത്തിക്കാനുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ, ശാസ്ത്രം പഠിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള താല്പര്യമുണ്ടെങ്കിൽ, അതിനുള്ള കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാം. ഇനി കൃഷി ഗോരക്ഷമാണ്, പശുക്കളെയൊക്കെ സംരക്ഷിക്കുന്നതാണ് എനിക്കിഷ്ടം, വാണിജ്യമാണ് എനിക്കിഷ്ടം, അതെങ്കിൽ അത് ചെയ്യാം.
അതല്ലെങ്കിൽ മറ്റുള്ളവരെ സംരക്ഷിക്കുക, ധാർമ്മികരായിട്ടുള്ള വ്യക്തികളെ സംരക്ഷിക്കുക, രാജ്യഭരണം ഏറ്റെടുത്ത് നടക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നതിൽ കഴിവെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാനാണ് താല്പര്യമെങ്കിൽ അത് ചെയ്യാം. പക്ഷെ ഈ വർണ്ണാശ്രമ വ്യവസ്ഥയിൽ എല്ലാ പ്രവൃത്തികളും ചെയ്തിരുന്നത് ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുകൊണ്ട് സമൂഹത്തിൽ ഏതൊരു വ്യക്തി എന്ത് പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അത് അവസാനം ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടിയായിട്ട് മാറും. സ്വകർമ്മണ തമഭ്യർച്ച്യ, സ്വന്തം കർമ്മം ആ ഭഗവാന്റെ സേവനത്തിന് സമർപ്പിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കർമ്മഫലം ഭഗവാന്റെ സേവനത്തിനായിട്ട് അവർ ഉപയോഗിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭഗവാന്റെ സാമീപ്യം അവർക്ക് ബോധ്യപ്പെടും, ഭഗവാന്റെ സഹായം, ഭഗവാന്റെ സംരക്ഷണം അവർക്ക് ബോധ്യപ്പെടും. അങ്ങനെ അവർക്ക് ക്രമേണ ജീവിതാവസാനമാവുന്ന സമയത്തേക്ക് അവർക്ക് ആ കർമ്മഫലത്തിലുള്ള ആസക്തി, കർമ്മഫലം കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്, ഭഗവാന്റെ കാരുണ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു വിശ്വാസത്തിൽ എത്തിച്ചേരാൻ അവർക്ക് സാധിക്കും. വാസുദേവ സർവമിതി, ഭഗവാന്റെ കാരുണ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ബോധ്യത്തിലെത്തും. ആ സമയത്ത് അവർക്ക് ആ ജീവനെ, പ്രാണശക്തിയെ ഉയർത്തി കൊണ്ടുവന്ന അവസാന സമയത്ത് സന്യാസ ജീവിതത്തിലേക്ക് കടക്കാം. പ്രാണനെ ഉയർത്തിക്കൊണ്ട് ധ്യാനയുഗത്തിലൂടെ പ്രാണനെ ഉയർത്തി ഭഗവാനെ കുറിച്ച് സ്മരിച്ച് ശരീരം വിട്ട് മുക്തി നേടാനുള്ള അവസരമുണ്ടായിരുന്നു. അത് വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെയും ക്രമേണ ഒരു വ്യക്തിക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞു. അതിനുശേഷം ഭഗവാൻ അവസാനമായിട്ട് പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇതുവരെ പറഞ്ഞ ആ കർമ്മങ്ങൾ, ജ്ഞാനമാർഗം, ഇതൊന്നും ക്രമേണ ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് നിരന്തരം ഭഗവാനെ സ്മരിച്ചാൽ മതി. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാ തരിഷ്യസി എന്നാണ് ഇവിടെ 15-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്തില് ഭഗവാൻ ഏറ്റവും രഹസ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന കാര്യമാണ്. മച്ചിത്ത സർവദുർഗാണി മത്പ്രസാദാ തരിഷ്യസി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളെയും നമുക്ക് ഇല്ലാതാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിരന്തരമായിട്ട് ഭഗവാനെ സ്മരിച്ചാൽ മതി. മച്ചിത്ത, ഭഗവാനെ നമ്മൾ നിരന്തരമായിട്ട് സ്മരിക്കുക, ഭഗവാനെ ആശ്രയിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാവിധ ദോഷങ്ങളിൽ നിന്ന് നമ്മൾ മുക്തരാക്കപ്പെട്ട് നമ്മൾക്ക് ഭഗവാനെ സമീപിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏറ്റവും രഹസ്യമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഏറ്റവും രഹസ്യം? മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വേശസി സത്യം ദേ പ്രതിചാണേ പ്രിയോസി. അതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള ഉപദേശം. മന്മന, മനസ്സിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കണമെന്നാണ്. നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് ചിന്ത ഉണ്ടാവുക ഭൗതികമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും. അത് നമ്മളെ രക്ഷിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അതിന് നമ്മളെ പൂർണ്ണമായിട്ട് രക്ഷിക്കാൻ സാധിക്കുന്നില്ല. നമ്മളിൽ അത് കൂടുതൽ ഉത്കണ്ഠകളാണ് ഉണ്ടാക്കുന്നത്. ഭൗതിക വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കും തോറും ഉത്കണ്ഠയാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്, ഭയമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത്, ഭഗവാനെ കുറിച്ച് കൂടുതൽ മറവിയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് മന്മന, നമ്മുടെ മനസ്സിൽ ആരെ കുറിച്ച് ചിന്തിക്കണം? നമ്മുടെ എല്ലാവിധ ഉത്കണ്ഠകളും ഇല്ലാതാകുന്നതിന് ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. മന്മന, ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഭഗവാന്റെ നാമം, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ഉപദേശം, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ഭക്തന്മാരെ കുറിച്ചുള്ള കഥകൾ, ഇതെല്ലാം നമ്മൾ നിരന്തരമായിട്ട് കേട്ട് മനസ്സിൽ ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിക്കണം. മത്ഭക്തോ, ഭഗവാനെ ആശ്രയിക്കണം. മദ്യാജി, ഭഗവാനെ ആരാധിക്കണം. മാം നമസ്കുരു, ഭഗവാനെ നമസ്കരിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തു പോന്നു കഴിഞ്ഞാൽ നമ്മള് വർണ്ണാശ്രമ വ്യവസ്ഥയിലൂടെ കടന്നു പോകേണ്ട ആവശ്യമില്ല. കർമ്മമാർഗത്തിലൂടെയോ ജ്ഞാനമാർഗത്തിലൂടെയോ ധ്യാനമാർഗത്തിലൂടെയോ ഒന്നും കടന്നു പോകേണ്ട ആവശ്യമില്ല. എല്ലാറ്റിനെയും ഒറ്റയടിക്ക് നമ്മൾക്ക് തരണം ചെയ്യാൻ സാധിക്കും. എല്ലാവിധ കർമ്മ ധ്യാന മാർഗങ്ങളെയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് തരണം ചെയ്യാം. എങ്ങനെയാണെങ്കിൽ ഭഗവാൻ പറഞ്ഞ ഈ ഉപദേശം കേൾക്കുകയാണെങ്കിൽ മന്മനാഭവം മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വേശസി സത്യം തേ. അങ്ങനെയാണെങ്കിൽ സത്യമായിട്ടും ഭഗവാനിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതുകൊണ്ട് മറ്റുള്ള എല്ലാ ധാർമ്മികമെന്ന് നമ്മൾ കരുതുന്ന പ്രവർത്തനങ്ങളും ഉപേക്ഷിച്ച് നേരിട്ടുള്ള ഭഗവാന്റെ ഭക്തി സേവനം ചെയ്യാനാണ് ഭഗവാൻ അവസാനമായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്. 66-ാമത്തെ ശ്ലോകത്തിൽ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ.
അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നമ്മൾക്ക് ഉത്കണ്ഠപ്പെടാനാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ഈ ലോകത്തിലുണ്ട്, അല്ലെ? അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അല്ലെങ്കിൽ അതെനിക്കില്ല, ഇതെനിക്കില്ല, അത് നേടണം, ഇത് നേടണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അവരെന്നെ കുറിച്ച് എങ്ങനെ പറയുന്നു, ഇവരെന്നെ കുറിച്ച് അങ്ങനെ പറയുന്നു, അതിനുവേണ്ടി പ്രവർത്തിക്കാം, ഇതിനു വേണ്ടി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഭഗവാൻ പറയുന്നു അതെല്ലാം തൽക്കാലം മാറ്റിവെച്ച് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതിനാണ് ഭഗവാന് ശരണം പ്രാപിക്കുക എന്നുള്ളതാണ്. ഈ ജന്മത്തില് ഏറ്റവും പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്, മനുഷ്യ ജന്മത്തിൽ നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്തിനാണ്? മാമേകം ശരണം പ്രജ, ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത് ഈ ജന്മത്തിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? അഹം ത്വം സർവപാപേഭ്യോ. അങ്ങനെയാണെങ്കിൽ ഇതുവരെയുള്ള ജന്മത്തിലെ എല്ലാവിധ പാപങ്ങളും തുടച്ചു മാറ്റപ്പെടും. മാത്രമല്ല, മുന്നോട്ട് നമ്മൾക്ക് എങ്ങനെ പോകാം എന്നുള്ള മാർഗനിർദ്ദേശവും നൽകും ഭഗവാൻ തന്നെ. ജതാമി ബുദ്ധിയോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഭാഗവതത്തിൽ വായിച്ചു ഭഗവാന്റെ ബുദ്ധിയുടെ പ്രത്യേകത. അകുണ്ഠമേധസ്യ എന്നാണ് ഭഗവാനെ കുറിച്ച് പറയുന്നത്. മഹാദേവൻ കൃഷ്ണായ അകുണ്ഠമേധസ്യ. കൃഷ്ണൻ, ഭഗവാന്റെ ബുദ്ധി ഒരിക്കലും ഒരു സാഹചര്യത്തിൽ വിഭ്രമിക്കപ്പെടുന്നില്ല. ഭഗവാൻ എല്ലാവരെയും വിഭ്രമിപ്പിക്കാൻ സാധിക്കും, ബ്രഹ്മാവിനെ വരെ. പക്ഷെ ഭഗവാന്റെ ബുദ്ധി ഒരു സാഹചര്യത്തിലും മോഹിക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഭഗവാനെ ശരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് ജീവിതത്തിന്റെ എല്ലാ അവസരത്തിലും മുന്നോട്ട് പോകാനുള്ള ബുദ്ധി നൽകാൻ ആർക്ക് സാധിക്കും? ഭഗവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. മാശുച അല്ലെ, നമേ ഭക്ത പ്രണശതി, എന്റെ ഭക്തൻ ഒരിക്കലും തോറ്റുപോകുന്നില്ല. ഒരു സാഹചര്യത്തിൽ തോറ്റുപോകുന്നു. സാഹചര്യം വളരെ മോശമായിരിക്കാം, പക്ഷെ ആ വ്യക്തി ഒരിക്കലും പതനം സംഭവിക്കുന്നില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല ഭഗവാൻ പറഞ്ഞു. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായോ എന്നാണ് ഇവിടെ അർജുനനോട് ചോദിക്കുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ വീണ്ടും പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. വിശദീകരിക്കുക. അപ്പോൾ ഈ ഒരു ഭഗവത്ഗീത നമുക്ക് തന്നെ മനസ്സിലാക്കണം എന്ന് ശീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ വായിക്കുന്നത് ശീലപ്രഭാതർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഭഗവാന്റെ ഭഗവത്ഗീതയ്ക്ക് ആവാസം നൽകിയിട്ടുള്ളത് ശീലപ്രഭാതരുടെ ഭാഗമാണ് വായിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഗുരുപരമ്പരയിലൂടെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. അത് വലിയ ഭാഗ്യമാണ് എന്നാണ് ഇവിടെ ശീലപ്രഭാതങ്ങൾ വിശദീകരിക്കുന്നത്. ഇങ്ങനെ ഗുരുപരമ്പരയിലൂടെ ശീലപ്രഭാതത്തിലൂടെ നമുക്ക് കേൾക്കാൻ ഭാഗ്യമുണ്ടായ, അങ്ങനെ കേൾക്കാൻ ഭാഗ്യമുണ്ടായ മുക്തനാകും എന്ന് ഉറപ്പാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഗുരുപരമ്പരയിലൂടെ നമുക്ക് നമ്മൾ മുക്തി നേടാൻ സാധിക്കും. അപ്പോൾ സമയമായിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം. हरे कृष्णा प्रभु जी। हरे कृष्णा।